നമസ്കാരം. നിലമ്പൂരിൽ സെമി ഫൈനൽ ദിവസം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. പുലർച്ചെ 5-ന് മോക്ക് പോളിംഗ് ആരംഭിച്ചു. വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നതടക്കമാണ് മോക്ക് പോളിംഗിൽ പരിശോധിച്ചത്. അതിനുശേഷം 7 മണിയോടെ ജനവിധി രേഖപ്പെടുത്തൽ തുടങ്ങി. അതീവ സുരക്ഷയിലാണ് വോട്ടെടുപ്പ്. 23-നാണ് വോട്ടെണ്ണൽ. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തും LDF സ്ഥാനാർത്ഥിയായി M സ്വരാജും NDA സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജും SDPI സ്ഥാനാർത്ഥിയായി സാദിഖ് നർത്തടിയും സ്വതന്ത്രനായി PV അൻവറുമാണ് മത്സരിക്കുന്നത്. അടിയൊഴുക്കുകളാകും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത്. കോൺഗ്രസും CPM-ഉം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. രാവിലെ തന്നെ പ്രമുഖർ വോട്ട് ചെയ്യാനെത്തി. CPM സ്ഥാനാർത്ഥി M സ്വരാജും വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂർ ആയിഷയും വോട്ട് രേഖപ്പെടുത്തി. ആദ്യമേ തന്നെ വോട്ട് ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്നും നമ്മൾ ജയിക്കുമെന്നും നിലമ്പൂർ ആയിഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വോട്ട് ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു പ്രതികരണം. രാവിലെ തന്നെ നീണ്ട ക്യൂവാണ് ഓരോ ബൂത്തിന് മുന്നിലുമുള്ളത്. M സ്വരാജ് അച്ഛനൊപ്പമാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതേസമയം സ്ഥാനാർത്ഥി PV അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പോളിംഗ് ഏജന്റുമാരെ കൂടി പങ്കെടുപ്പിച്ചാണ് വോട്ടിംഗ് മെഷീന് തകരാറില്ലെന്ന് ഉറപ്പിച്ചത്. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6-ന് അവസാനിക്കും. 6-ന് ശേഷം ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 1200 പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രസേന പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട്. 263 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ ആകെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 14 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ്. ആര്യാടൻ ഷൗക്കത്തിന് 10,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷം UDF കണക്കുകൂട്ടുമ്പോൾ 5,000-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് LDF-ന്റെ മനസ്സിൽ. 10% വോട്ടെങ്കിലും പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ക്യാമ്പ്. BJP-യും വോട്ട് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ്. അവസാന നിമിഷം അടിയന്തരാവസ്ഥ കാലത്ത് RSS-മായി കൂട്ടുചേർന്നിരുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന LDF ക്യാമ്പിനെ വെട്ടിലാക്കിയിരുന്നു. വിവാദമായതോടെ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഗോവിന്ദൻ രംഗത്തെത്തിയെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത് ചലനമുണ്ടാക്കുമോ എന്ന ആശങ്ക CPM-നുണ്ട്. പ്രസ്താവനയിൽ CPI-ക്കും അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദനെ തള്ളി പറഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ബന്ധം LDF ശക്തമായി ഉന്നയിച്ചതോടെ പ്രതിരോധത്തിലായ UDF-ന് RSS വിവാദം അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ആയുധമായി മാറി. എന്നാൽ വൈകുന്നേരത്തോടെ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ അപകടം തിരുത്തി. MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന നിലമ്പൂരിലെ RSS-ന്റെയും BJP-യുടെയും സഹായത്തിനായിട്ടുള്ള പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. അതേസമയം 2021-ൽ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത 46.9% വോട്ടും നേടി 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അൻവർ കോൺഗ്രസിന്റെ VV പ്രകാശിനെ അന്ന് തോൽപ്പിച്ചത്. വിവിധ വിഷയങ്ങൾ ഉയർത്തി ഭരണ പ്രതിപക്ഷ നേതാക്കൾ കൊമ്പുകോർത്ത പ്രചാരണ മാമാങ്കത്തിന് ശേഷമാണ് ഇന്ന് മണ്ഡലം വിധി എഴുതുന്നത്. UDF, LDF, NDA മുന്നണികൾക്കൊപ്പം സ്വതന്ത്രനായി PV അൻവറിന്റെ രംഗപ്രവേശത്തോടെയാണ് മണ്ഡലത്തിലെ പോരാട്ടം വീറുറ്റതായത്. 3-ാം വട്ടവും ഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ സർക്കാരിനും നിലമ്പൂരിലെ വിധിയെഴുത്ത് നിർണായകമാണ്. 2 ആഴ്ചയിലേറെക്കാലം പൊടിപാറിയ പ്രചാരണത്തിനൊടുവിലാണ് നിലമ്പൂർ ഇന്ന് വിധി എഴുതുന്നത്. 2,32,000-ലേറെ വോട്ടേഴ്സാണ് വിധി എഴുതുക. സുരക്ഷയൊരുക്കാൻ പോലീസും അർദ്ധസൈനികരും നിലമ്പൂരിൽ സജ്ജരാണ്. സുരക്ഷയ്ക്ക് 1200 പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും സജ്ജമായിട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, പോത്തുകൽ, പൂക്കോട്ടുപാടം എന്നീ 5 പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ 2 സബ് ഡിവിഷനുകളാക്കി തിരിച്ചു. നിലമ്പൂർ, പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ DYSP-യുടെ കീഴിലും, എടക്കര, വഴിക്കടവ്, പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര DYSP-യുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്.